Hello guys, welcome to Study Talks. ഈ വീഡിയോയിലൂടെ നമ്മൾ ഒതല്ലോയിലെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒതല്ലോയുടെ സമ്മറിയും അതേപോലെ തന്നെ ഷോർട്ട് നോട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഷേക്സ്പിയറിൻ ട്രാജഡി? ഷേക്സ്പിയറിൻ ട്രാജഡി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ is ഷേക്സ്പിയറിൻ ട്രാജഡി is essentially a tale of suffering and calamity conducting to death. വളരെയധികം സഫറിങ്ങും വിപത്തും നൽകിയിട്ട് അവസാനം ഡെത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടെയിലിനെയാണ് നമ്മൾ ഷേക്സ്പിയറിൻ ട്രാജഡി എന്ന് പറയുന്നത്. ഓഫ് ദി 10 ട്രാജഡീസ്, ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബെത്ത് ആർ കോൾഡ് ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ്. 10 ട്രാജഡീസിൽ തന്നെ ഈ ഒരു ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ അതേപോലെ തന്നെ മാക്ബെത്തിനെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് എന്ന് വിളിക്കുന്നത്. ടിപ്പിക്കൽ ഷേക്സ്പിയറിൻ ട്രാജഡി സിംഗിൾ സ്റ്റാർ ദ സ്റ്റോറി ഓഫ് വൺ പേഴ്സൺ, ദ ഹീറോ. ടിപ്പിക്കൽ ആയിട്ട് ഒരു ഷേക്സ്പിയറിൻ ട്രാജഡി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഹീറോനെ പറ്റിയിട്ടുള്ള കഥ പറയുന്നതാണ്. സ്റ്റോറി ലീഡ്സ് അപ്പ് ടു ആൻഡ് ഇൻക്ലൂഡ് ദ ഡെത്ത് ഓഫ് ദി ഹീറോ. സ്റ്റോറി ലീഡപ്പ് ചെയ്തിട്ട് അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഹീറോയുടെ ഡെത്തിലേക്കാണ്. ദ ട്രാജിക് ഹീറോ ആർ പേഴ്സൺസ് ഓഫ് ഹൈ ഡിഗ്രി, കിങ്സ്, പ്രിൻസസ് ഓർ ഗ്രേറ്റ് മിലിറ്ററി ജനറൽസ്. ട്രാജിക് ഹീറോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സാധാരണയായിട്ട് കിങ്, പ്രിൻസസ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മിലിറ്ററി ജനറൽ ആയിരിക്കും. നമ്മുടെ ഈ ഡ്രാമയില് ഒതല്ലോ എന്ന് പറയുന്നത് മിലിറ്ററി ജനറൽ ആണ്. They suffer greatly and their falls affects a whole nations or community. ട്രാജിക് ഹീറോ വളരെയധികം സഫർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ ഒരു ഫാൾ എന്ന് പറയുന്നത് ആ ഒരു വോൾ നാഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ തന്നെ അഫക്ട് ചെയ്യും. ട്രാജിക് ഹീറോ ഹാസ് ആൻ എക്സെപ്ഷണൽ നേച്ചർ, പാഷൻ ഓർ ഒബ്സെഷൻ കോൾഡ് ട്രാജിക് ഫ്ലോ വിച്ച് അറ്റൈൻ ഇൻ ഹിം എ ടെറിബിൾ ഫോഴ്സ്. എല്ലാ ട്രാജഡീസിലെയും ട്രാജിക് ഹീറോന് പാഷൻസ് ഓർ ഒബ്സെഷൻ പോലെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള നേച്ചർ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു ട്രാജിക് ഫ്ലോ ആണ് അവരുടെ ഡെത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫാൾസിലേക്ക് നയിക്കുന്നത്. ആക്ഷൻസ് ഇഷ്യൂയിങ് ഔട്ട് ഓഫ് ഹിസ് ക്യാരക്ടർ ബ്രിങ് റോയിൻ അപ്പോൺ ഹിം. എക്സെപ്ഷണൽ നേച്ചർ മൂലമുള്ള ഈ ഒരു ആക്ഷൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ദർ ഈസ് ഓൾസോ എ ട്രാജിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹീറോ ആൻഡ് ഹിസ് എൻവയോൺമെന്റ്. അതേപോലെ തന്നെ ഈ ഒരു ഷേക്സ്പിയറിൻ ട്രാജഡിയിൽ ഹീറോയും അദ്ദേഹത്തിന്റെ ചുറ്റുപാടും തമ്മിൽ ഒരു ട്രാജിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഡെസ്റ്റിനി പ്ലേസസ് ഹിം ഇൻ ജസ്റ്റ് ദോസ് സർക്കംസ്റ്റാൻസ് ആൻഡ് സിറ്റുവേഷൻസ് ഹി ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത്. അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയാണ് അദ്ദേഹത്തിന് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒന്നായിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒതല്ലോയായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇയാഗോ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു സർക്കംസ്റ്റാൻസ് ആണ് ഒതല്ലോയെ ടിമോണെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അവളെ കൊല്ലുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒതല്ലോയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. സോ ഇതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഫ്ലോസ് ഇൻ ക്യാരക്ടർ ബിക്കം ഫാറ്റൽ ഫോർ ദി ഹീറോ ഓൺലി ഇൻ എ പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് ദ ക്രൂരൽ ഡെസ്റ്റിനി ഹാസ് പ്ലേസ്ഡ് ഹിം. ആ ഹീറോ ആയിട്ടുള്ള ക്യാരക്ടറിന്റെ വീഴ്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാറ്റൽ അല്ലെങ്കിൽ വിധിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസ് ആണ് അദ്ദേഹത്തിന് ഒരു ക്രൂരൽ ആയിട്ടുള്ള ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇതാണ് ഷേക്സ്പിയറിൻ ട്രാജഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്ന ഈ ഡ്രാമയിലെ ഓപ്പണിംഗ് സീനിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ദ ഓപ്പണിംഗ് സീൻ ഇൻ ഷേക്സ്പിയർസ് ഒതല്ലോ സെർവ് സെവറൽ കീ ഡ്രാമാറ്റിക് ഫംഗ്ഷൻസ്. ഷേക്സ്പിയറിന്റെ ഒതല്ലോ എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമയിൽ ഓപ്പണിംഗ് സീൻ ഒരുപാട് ഡ്രാമാറ്റിക് കീസ് നൽകുന്നുണ്ട്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ആൻഡ് ദ പ്ലോട്ട്. ആ ഒരു ബിഗിനിങ് സീനിലാണ് മെയിൻ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ പ്ലോട്ടും നൽകുന്നത്. ഇറ്റ് ഓൾസോ ഗീവ് ക്ലൂ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു ക്ലൂ നൽകുന്നുണ്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ട്. ക്രിയേറ്റ് സസ്പെൻസ്, ടെൻഷൻ ആൻഡ് ഡ്രാമ. സസ്പെൻസ്, ടെൻഷൻസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഡ്രാമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബിഗിനിങ് തന്നെ കൊടുക്കുന്നുണ്ട്. സീൻ ഫർദർ പോർട്രേറ്റ് കോൺഫ്ലിക്ട് അറ്റ് ദ ബിഗിനിങ് വിച്ച് ഫോളോസ് ത്രൂ ഔട്ട്. നമ്മൾ സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റിലാണ് ഈ ഒരു ഡ്രാമ ബിഗിൻ ചെയ്യുന്നത്. അത് ത്രൂ ഔട്ട് ദി ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ത്രൂ ദ സ്റ്റോറി ഓഫ് റോഡ്രിഗോ ദ സീൻ അറൗസസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് ആൻഡ് റിവീൽ ഇയാഗോസ് വൈലി നേച്ചർ. റോഡ്രിഗോയുടെ സ്റ്റോറിയിലൂടെ ഈ ഒരു സീനിൽ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അതേപോലെ തന്നെ ഇയാഗോയുടെ വൈലി ആയിട്ടുള്ള നേച്ചർ റിവീൽ ചെയ്യുന്നത് ഈ ഒരു സീനിലാണ്. ഓപ്പണിംഗ് സീൻ ഓൾസോ ഇൻട്രൊഡ്യൂസ് ദ കീ എലമെന്റ്സ് ഓഫ് ദി ട്രാജഡി കോൺഫ്ലിക്ട്. ട്രാജഡി കോൺഫ്ലിക്റ്റിന്റെ കീ ആയിട്ടുള്ള എലമെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഔട്ട് ഇയാഗോസ് ഡീപ് റിസെന്റ്മെന്റ് ടുവേർഡ്സ് ഒതല്ലോ. ഇയാഗോക്ക് ഒതല്ലോടുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള റിസെന്റ്മെന്റ് ഈ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ഇൻ ദി ഓപ്പണിംഗ് സീൻ ഇയാഗോ റിവീൽ ഹിംസെൽഫ് ടു റോഡ്രിഗോ ആൻഡ് ദി ഓഡിയൻസ് ആസ് എ സെൽഫ് സീക്കിംഗ്, മോട്ടീവ് ഹണ്ടിംഗ്, ഡീഷ്യസ് ഇൻഡിവിജ്വൽ ഹു വിൽ യൂസ് എനിത്തിങ് ദാറ്റ് കംസ് ഇൻ ഹാൻഡി ടു അറ്റൈൻ ഹിസ് ഗോൾ. തന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്ന ഇയാഗോയുടെ ഒരു ഈവിൾ ക്യാരക്ടർ നമുക്ക് ഫസ്റ്റ് സീനിൽ കാണാൻ സാധിക്കും. റിജക്ഷൻസ് ആൻഡ് റിവെഞ്ച് ആർ ദി അതർ പൊട്ടന്റ് തീംസ് ഇൻ ദിസ് ട്രാജഡി. അതേപോലെ തന്നെ റിജക്ഷൻ, റിവെഞ്ച് ആണ് ഈ ഒരു ട്രാജഡിയിലെ മറ്റ് പൊട്ടന്റ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. ഇഫ് റോഡ്രിഗോ ഹാസ് ബീൻ റിജക്റ്റഡ് ബൈ
Brabantio, Iago has been spurned by Othello. Brabantioയുടെ അടുത്ത് നിന്ന് റോഡ്രിഗോയ്ക്ക് ഒരു റിജക്ഷനും ഒതല്ലോയുടെ അടുത്ത് നിന്ന് ഇയാഗോക്ക് ഒരു നിന്ദയാണ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇൻ ദിസ് വേ ദ ഓപ്പണിംഗ് സീൻ സ്ട്രൈക്സ് ദ കീനോട്ട് ഓഫ് ദി പ്ലേ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത് പ്ലേയിലെ തന്നെ കീനോട്ട്സ് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സീനാണ്. സോ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കൺഫറേഷൻ ബിറ്റ്വീൻ ബ്രബാൻഷ്യോ ആൻഡ് ഒതല്ലോ. മകളെ വിവാഹം ചെയ്തെന്ന് അറിഞ്ഞതിന് ശേഷം ബ്രബാൻഷ്യോ ഒതല്ലോയെ ഫസ്റ്റ് കണ്ടുമുട്ടുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രബാൻഷ്യോ ബോയിൽസ് വിത്ത് ഇൻഡിഗ്നേഷൻസ് വെൻ ഹി സീൻസ് ഒതല്ലോ. ഒതല്ലോയെ ഫസ്റ്റ് കാണുമ്പോൾ ബ്രബാൻഷ്യോ ഒരു ഇൻഡിഗ്നേഷൻ വെച്ചാൽ കോപം കൊണ്ട് തിളക്കുന്നുണ്ടായിരുന്നു. ഹി കോൾസ് ഹിം ആൻ ഇവിൽ തീഫ് ആൻഡ് എ ഡെവിൽ. ദുഷിച്ച കള്ളൻ ചെകുത്താൻ എന്നൊക്കെയാണ് കാണുമ്പോൾ തന്നെ ബ്രബാൻഷ്യോ ഒതല്ലോയെ വിളിക്കുന്നത്. He sternly asked him where he has hidden his daughter. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്റെ മകൾ എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. He accuses Othello of having used sorcery to seduce Desdemona. ഡെസ്റ്റിമോണയെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സോസറി അല്ലെങ്കിൽ മന്ത്രവാദം മുതൽ എന്തായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ബ്രബാൻഷ്യോ അധിക്ഷേപിക്കുന്നത്. A beautiful and happy young girl, she has always been unwilling to marry even the wealthy and fashionable young man of the city. കാരണം അതിന്റെ ഡെസ്റ്റിമോണ പറയുന്നത് തന്റെ മകൾ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് യങ് ആയിട്ടുള്ള ലേഡിയാണ്. അതേപോലെ തന്നെ വെൽത്തി ആൻഡ് ഫാഷനബിൾ ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരിൽ നിന്ന് കല്യാണം വന്നിട്ടും അവൾ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Such a girl would not elope with a black thing like him after having aroused the public ridicule unless she had been influenced by magic spells. എന്തെങ്കിലും തരത്തിലുള്ള മാജിക് സ്പെല്ല് യൂസ് ചെയ്യാതെ ഇങ്ങനെ ഒരാളുടെ കൂടെ ഡെസ്റ്റിമോൺ ഒളിച്ചോടി പോവില്ലെന്നാണ് ബ്രബാൻഷ്യോ പറയുന്നത്. So it's obvious to everyone that Othello has tricked her, dragged her or kidnapped her. So ബ്രബാൻഷ്യോ പറയുന്നത് ഇത് പകൽ പോലെ വെളിച്ചമായിട്ടുള്ള സത്യമാണ്, തന്റെ മകൾ ഇങ്ങനെ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയില്ലാന്ന്. So he orders the arrest of Othello on the ground of being a practitioner of black magic. So black magic practice ചെയ്ത് എന്നുള്ള പേരിൽ ഒതല്ലോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does Othello responds to Brabantio's charge of witchcraft to seduce Desdemona? Brabantio ഒതല്ലോ ഇങ്ങനെ witchcraft യൂസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഒതല്ലോയുടെ റെസ്പോൺസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Answer, Othello says that it is true that I have taken Brabantio's daughter from him and married her. ഫസ്റ്റ് ഓഫ് ഓൾ ഒതല്ലോ പറയുന്നത് ബ്രബാൻഷ്യോയുടെ മകളെ കൊണ്ടുവന്ന് വിവാഹം ചെയ്തത് സത്യമാണെന്നാണ്. He says he is not a smooth talker because he has been a soldier from the age of 7 and fighting in battles. പിന്നെ പറയുന്നത് അദ്ദേഹം സ്മൂത്ത് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 7 വയസ്സ് തൊട്ട് ബാറ്റിൽ ഫീൽഡിൽ സോൾജർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. But he is ready to tell them the story of how they fell in love. പക്ഷെ അവരെങ്ങനെയാണ് സ്നേഹത്തിലായത് എന്നുള്ള കഥ പറയാൻ വേണ്ടിയിട്ട് ഒതല്ലോ തയ്യാറാണ്. Then he asked to send for Desdemona to come there and testify about him in front of her father. കാര്യങ്ങൾ നടന്നതൊക്കെ സത്യമാണോ അല്ലേ എന്ന് അച്ഛന്റെ മുമ്പിൽ നിന്ന് ടെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസ്റ്റിമോണയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒതല്ലോ പറയാണ്. ഒതല്ലോ says if she has anything bad to say about him then the duke can sentence him to death. ലാസ്റ്റ് ആയിട്ട് ഒതല്ലോ പറയുന്നത് ഡെസ്റ്റിമോണ തന്നെ പറ്റിയിട്ട് എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ ബാഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പ എന്നെ കൊല്ലാന്നുള്ള കാര്യമാണ്. സോ ഇങ്ങനെയാണ് ഒതല്ലോ റെസ്പോണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how did Desdemona fall in love with Othello? എങ്ങനെയാണ് ഡെസ്റ്റിമോണ ഒതല്ലോയായിട്ട് സ്നേഹത്തിലായത്? ആൻസർ, ഡ്യൂക്ക് gives Othello a chance to speak for himself. എന്തെങ്കിലും ബാഡ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒതല്ലോ കൊന്നോന്നൊക്കെ പറഞ്ഞപ്പോൾ ഡ്യൂക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പയാണ് ഈ ഒരു ലവ് സ്റ്റോറി പറയുന്നത്. ഒതല്ലോ അഡ്മിറ്റ്സ് ദാറ്റ് ഹി മാരീഡ് ഡെസ്റ്റിമോണ ബട്ട് ഹി ഡൈസ് ഹാവിംഗ് യൂസ് മാജിക് ടു വൂ ഹർ. ഒതല്ലോ പറയുന്നത് താൻ ഡെസ്റ്റിമോണയെ വിവാഹം ചെയ്തു, പക്ഷെ വിവാഹാഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാജിക്കും താൻ കാണിച്ചില്ലെന്നാണ്. ഹി ക്ലെയിംസ് ദാറ്റ് ഡെസ്റ്റിമോണ വിൽ സപ്പോർട്ട് ഹിസ് സ്റ്റോറി. ഒതല്ലോ അവകാശപ്പെടുന്നുണ്ട് ഡെസ്റ്റിമോണ ഈ ഒരു സ്റ്റോറി സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ബ്രബാൻഷ്യോ ഫ്രീക്വന്റ്ലി ഇൻവൈറ്റഡ് ഹിം ടു ഹിസ് ഹൗസ് ആൻഡ് ആസ്ക്ഡ് ഹിം ടു നറേറ്റ് ഹിസ് റിമാർക്കബിൾ ലൈഫ് സ്റ്റോറി. അങ്ങനെ കണ്ടുമുട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രബാൻഷ്യോ തന്നെയാണ് അതിനുള്ള വഴി ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹമാണ് ഒതല്ലോയെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന്റെ റിമാർക്കബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റോറി ഒക്കെ നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. വാസ് ഫുൾ ഓഫ് ഹെറോയിക് ബാറ്റിൽസ്, ട്രാവൽസ് ഔട്ട്സൈഡ് ദ സിവിലൈസ്ഡ് വേൾഡ് ആൻഡ് ഡ്രമാറ്റിക് റിവേഴ്സൽസ് ഓഫ് ഫോർച്യൂൺ. അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ മുഴുവൻ അദ്ദേഹം പറയുന്നത് വളരെയധികം മനോവേദന നൽകുന്ന ബാറ്റിൽസും അതേപോലെ തന്നെ സിവിലൈസ്ഡ് വേൾഡ്സിലേക്കുള്ള അദ്ദേഹത്തിന്റെ ട്രാവൽസിനെ പറ്റിയിട്ടൊക്കെയാണ്. He told him how he was captured and sold as a slave, how he bought his freedom, how he wandered through caves and deserts. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അടിമയാക്കിയിട്ട് സോൾഡ് ചെയ്തതും അദ്ദേഹം ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തതും പിന്നെ ഡെസേർട്സിലും കേവിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലൂടെ അദ്ദേഹം പറഞ്ഞത്. ഡെസ്റ്റിമോണ ഓവർഹിയർ പാർട്സ് ഓഫ് ദി സ്റ്റോറി. ഡെസ്റ്റിമോണ ഇതൊക്കെ ഒളിഞ്ഞു കേൾക്കുമായിരുന്നു. Her eyes would filled with tears at the bad things he went through in his younger years. അതല്ല ഇത്രയും യങ്ങർ ആയിട്ടുള്ള ഏജിൽ അത്രയും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി
വന്നെന്ന് അറിഞ്ഞപ്പം അത് ഡെസ്റ്റിമോണയെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട്. ഷി ഫൗണ്ട് എ കൺവീനിയന്റ് ടൈം ടു ആസ്ക് ഒതല്ലോ ടു റീടെൽ ഇറ്റ് ടു ഹർ. ഡെസ്റ്റിമോണ സൗകര്യമുള്ള സമയമൊക്കെ കണ്ടെത്തി ഒതല്ലോയുടെ ആ സ്റ്റോറി ഒക്കെ ഒന്നുകൂടി റീടെൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാന്നു. ഡെസ്റ്റിമോണ വാസ് മൂഡ് ടു ലവ് ഒതല്ലോ ബൈ ഹിസ് സ്റ്റോറി. ഒരു സ്റ്റോറിയാണ് ഡെസ്റ്റിമോണയ്ക്ക് ഒതല്ലോയുടെ മേലൊരു സ്നേഹം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡ്യൂക്സ് അഡ്വൈസ് ടു പ്രബാൻഷോ? ഹൗ ഡസ് പ്രബാൻഷോ റിയാക്ട് ടു ഇറ്റ്? പ്രബാൻഷോ കാര്യങ്ങൾ കാരണം വളരെ സങ്കടത്തിലാണ്. അപ്പൊ ഡ്യൂക്ക് എന്താണ് പ്രബാൻഷോക്ക് നൽകുന്ന അഡ്വൈസ്? ആ ഒരു അഡ്വൈസ് കേട്ടപ്പോ പ്രബാൻഷോയുടെ റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചത്. ആൻസർ കോട്ടിംഗ് എ പ്രോവർബ്. ഡ്യൂക്ക് ഒരു പ്രോവർബ് പറഞ്ഞിട്ടാണ് പ്രബാൻഷോ അഡ്വൈസ് ചെയ്യുന്നത്. ദ ഡ്യൂക്ക് സേസ് ദാറ്റ് ഇഫ് യു ക്യാൻ ചേഞ്ച് സംതിങ്, കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ബെറ്റർ നോട്ട് ടു ക്രൈ ഓവർ ഇറ്റ്. ആ ഒരു കാര്യത്തിന്റെ മുകളിൽ സങ്കടപ്പെട്ടിരിക്കരുതെന്നാണ് ഡ്യൂക്ക് പറയുന്നത്. യുവർ ലെമന്റ് അബൌട്ട് എ ലോസ് ഈസ് ഷുവർ ടു ഇൻവൈറ്റ് മോർ ട്രബിൾ. നഷ്ടപ്പെട്ടതിന്റെ മുകളിൽ പിന്നെയും ഖേദിക്കുന്നത് ഒരുപാട് ട്രബിൾസ് പിന്നെയും വരുത്തി വെക്കും. എ വിക്ടിം ഓഫ് റോബറി ഹു സ്മൈൽസ് അബൌട്ട് ഹിസ് ലോസസ് ടേക്ക് ദ പ്ലഷേഴ്സ് അവേ ഫ്രം ദി റോബർ. ഇതെന്ന് പറയുന്നത് കവർച്ചക്കിരയായിട്ടുള്ള ഒരാള് തന്റെ നഷ്ടങ്ങളെ കുറിച്ച് പുഞ്ചിരിക്കുമ്പോൾ കൊള്ളക്കാരന് ആ ഒരു റോബറിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ഇല്ലാതാവാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടങ്ങളെ ഫേസ് ചെയ്യണമെന്നാണ് ഡ്യൂക്ക് പ്രബാൻഷോയോട് പറയുന്നത്. However, Brabantio retorts that if the Turks steal Cyprus from them, it won't be bad so long as they keep smiling. ഇതിന് തിരിച്ചടിയായിട്ട് പ്രബാൻഷോ പറയുന്നത്, അഥവാ തുർക്കീസ് ഇൻവേഷനിൽ സൈപ്രസ് നമുക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. അവർക്ക് സൈപ്രസ് കിട്ടിയെന്നുള്ള ഒരു സന്തോഷം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയുന്നത്. He says it is easy to enjoy proverb like that if you haven't lost anything. ഇതിന്റെ കൂടെ പ്രബാൻഷോ പറയുന്നത് ഇങ്ങനത്തെ പ്രോവർബ്സ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ എന്നാണ്. But he has lost something precious and has to put up with such words as well as suffer the loss. പക്ഷെ നമ്മുടെ പ്രബാൻഷിയുടെ കേസ് അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. He says that talk is easy and he has never heard of anything feeling better because of soothing words. അതേപോലെ തന്നെ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ ഒരു വേർഡ്സ് കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടില്ലെന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യാഗോസ് മോണലോഗ് ഓൺ വെർച്യൂ. ധർമ്മത്തിനെ പറ്റിയിട്ട് യാഗോയുടെ ആത്മഭാഷണം അല്ലെങ്കിൽ ആത്മകഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോഡ്രിഗോ says that it is not in his virtue to change his foolish character. റോഡ്രിഗോ പറയുന്നത് അദ്ദേഹത്തിന്റെ ധർമ്മമല്ല അദ്ദേഹത്തിന്റെ ഒരു ഫൂളിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. Then Iago calls its nonsense. ഈ ഒരു കാര്യത്തിനെയാണ് ഇയാഗോ നോൺസെൻസ് എന്ന് വിളിക്കുന്നത്. He says what we are is to be decided by us. നമ്മൾ ആരാവണം എന്താവണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. Our bodies are like gardens and our willpower is like a gardener. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഗാർഡൻ ആണ്. അതേപോലെ തന്നെ വിൽ പവർ എന്ന് പറയുന്നത് ആ ഒരു ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗാർഡനർ ആണ്. ഡിപെൻഡിംഗ് ഓൺ വാട്ട് വി പ്ലാന്റ്, വീഡ്സ് ഓർ ലെറ്റ്യൂസ് ഓർ വൺ കൈൻഡ് ഓഫ് ഹെർബ് റാദർ ദാൻ എ വെറൈറ്റി, ദ ഗാർഡൻ വിൽ ഐദർ ബി barren and useless or rich and productive. നമ്മൾ ആ ഒരു ഗാർഡനിൽ എന്താണ് നടുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഒരു തരിശായിട്ടുള്ള ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഭൂമിയായിട്ട് അത് മാറും. If we didn't have a rational minds to counterbalance our emotions and desires or bodily urge would take over. നമ്മുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും കൗണ്ടർ ബാലൻസ് അല്ലെങ്കിൽ ഈക്വൽ ആക്കാൻ യുക്തിസഹമായിട്ടുള്ള, റാഷണൽ മീൻസ് യുക്തി വിവേകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് റാഷണൽ മൈൻഡ് എന്ന് പറയുന്നത്. ഒരു യുക്തിസഹമായിട്ടുള്ള മൈൻഡ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രേരണകൾ അത് ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. അതർവൈസ് വി വുഡ് എൻഡ് അപ്പ് ഇൻ റിഡിക്കുലസ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ പരിഹാസസഹമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവസാനിക്കും. ഫോർച്യൂനേറ്റ്ലി വി ഹാവ് റീസൺ ടു കൂൾ അവർ റേജിംഗ് ലസ്റ്റ്. പക്ഷെ ഭാഗ്യവശാൽ ഒരു ദേഷ്യപ്പെടുന്ന ലസ്റ്റ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാരണങ്ങൾ അല്ലെങ്കിൽ റീസൺസ് ഉണ്ട്. യാഗോ സേസ് ദാറ്റ് വാട്ട് യു കോൾ ലവ് ഈസ് ജസ്റ്റ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് ലസ്റ്റ്. യാഗോ പറയുന്നത് നമ്മുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ലസ്റ്റ് അല്ലെങ്കിൽ ആഗ്രഹം, ഇച്ഛയുടെയും ഒക്കെ ഒരു ഓഫ് ഷൂട്ട് ശാഖ മാത്രമാണെന്നാണ്. ഇതാണ് യാഗോയുടെ വിർച്യൂനെ പറ്റിയിട്ടുള്ള മോണോലോഗ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് യാഗോ സോളിലോക്കി? തന്നോട് തന്നെ സംസാരിക്കലെങ്കിൽ ആത്മഭാഷണത്തിനെയാണ് നമ്മൾ സോളിലോക്കി എന്ന് പറയുന്നത്. ഇവിടെ യാഗോയുടെ സോളിലോക്കിയുടെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ആൻസർ, യാഗോ എക്സ്പ്രസ് ഹിസ് പ്ലാൻ ആൻഡ് പർപ്പസ് ഇൻ ദി സോളിലോക്കി. യാഗോയുടെ പദ്ധതികളും ലക്ഷ്യങ്ങളും മനസ്സിലാകുന്ന അദ്ദേഹത്തിന്റെ സോളിലോക്കിയിലൂടെയാണ്. He plans to get Cassio's position as Othello's lieutenant by making Othello jealous of the handsome, flirtatious young man Cassio. യാഗോയുടെ പദ്ധതി എന്ന് പറയുന്നത് കാഷിയോയുടെ പൊസിഷന് തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഹാൻസം ആൻഡ് ഫ്ലറ്റേഷ്യസ് യങ് മാൻ ആയിട്ടുള്ള കാഷിയോയിൽ ഒതല്ലോക്ക് ഒരു ജലസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ പ്ലാൻസ് ടു ഗെറ്റ് റിവെഞ്ച് അഗൈൻസ്റ്റ് ഒതല്ലോ ബൈ മേക്കിംഗ് ഹിം ജലസ് ഓഫ് ഡെസ്റ്റിമോണ ടു ദാറ്റ് ഹി ക്യാൻ അച്ചീവ് എ ഡബിൾ ആക്ട് ഓഫ് നെവറി. അതേപോലെ തന്നെ ഒതല്ലോക്ക് അഗൈൻസ്റ്റ് ആയിട്ടും യാഗോക്ക് ഒരു റിവെഞ്ച് ചെയ്യാനുണ്ട്. ഇതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഡെസ്റ്റിമോണയിലും യാഗോ ഒതല്ലോക്ക് ഒരു ജലസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ
ഇങ്ങനെ ഒരു ഡബിൾ ആക്ട് ഓഫ് നേവറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചന, ഇങ്ങനെ ഒരു വഞ്ചനയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. റിവീൽസ് ഹിസ് മോട്ടിവേഷൻസ് ടു എക്സിക്യൂട്ട് ഹിസ് ഡിസ്ട്രാക്റ്റീവ് പ്ലോട്ട് അഗൈൻസ്റ്റ് ഒതല്ലോ. ഇതിലൂടെ ഒതല്ലോക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള യാഗോയുടെ ഒരു ഡിസ്ട്രാക്റ്റീവ് പ്ലോട്ട് ആണ് റിവീൽ ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഷോസ് ദ ഡീവിയസ് മൈൻഡ് ഓഫ് യാഗോ ആൻഡ് ദി എക്സ്റ്റെന്റ് ടു വിച്ച് ഹി വിൽ ഗോ ടു ഡിസ്ട്രോയ് ഒതല്ലോ. അതേപോലെ തന്നെ ഇതിലൂടെ യാഗോയുടെ ഒരു ഡീവിയസ് ആയിട്ടുള്ള മൈൻഡും റിവീൽ ചെയ്യുന്നുണ്ട്. ഡീവിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടിലമായിട്ടുള്ള വക്രബുദ്ധിയൊക്കെയുള്ള ഒരു മൈൻഡിനെയാണ് നമ്മൾ ഡീവിയസ് മൈൻഡ് എന്ന് പറയുന്നത്. The motive hunting malignity of the hardcore villain in Iago is gradually unrevealed in this soliloquy. then ഒതല്ലോയുടെ മേലെ ഒരു തീരാ പകയൊക്കെ ഒരു സോളിലോക്കിയിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആ ഒരു സോളിലോക്കിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ബാക്കിയുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.